390യുടെ ബ്രേക്കിംഗ് എടുത്തൊരു 250cc കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് റെഡി ടു റൈസ് എന്ന ലോഗോ ഒക്കെ വരുന്നത് കണ്ടില്ലേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഡ്യൂക്ക് 250 2025 എവോണി ബ്ലാക്ക്. KTMനോട് ആരോ ചോദ്യം ചോദിച്ചതിനുള്ള ഒരു ഉത്തരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു ബ്ലാക്ക് ഡിസൈനിലാണ് ഈ ഒരു വണ്ടി ഇറക്കിയേക്കുന്നത്. KTMൻ്റെ ആ ഒരു ഓറഞ്ച് ടച്ച് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ഒന്നും മാച്ച് ആവാത്ത രീതിയിലുണ്ട്. ബാക്കിയൊക്കെ വണ്ടി പക്കയാണ്, ഫുൾ ബ്ലാക്ക് എഡിഷൻ. ഇതിൽ ഒരു വൈറ്റ് ഓഫ്സെറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ വരുന്നുണ്ട്. അത് വൈറ്റും ബ്ലാക്കും ഡിസൈനിൽ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയും ഡ്യൂക്ക് 390 തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. ആ ഒരു എൻജിൻ സൈഡിലോട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വണ്ടി തമ്മിൽ വ്യത്യാസം അറിയാൻ പറ്റും. ബാക്കിയെല്ലാം ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 390 പറഞ്ഞ സെയിം DRLൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഫ്രണ്ടിലെ DRLും സെറ്റപ്പും ഒക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ ഒരു ഡ്യൂക്ക് 250 Gen 3യുടെ വേറൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതും ഇതുകൂടെ കണ്ട് നിങ്ങൾക്ക് കറക്റ്റ് എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഒന്ന് പെട്ടെന്ന് കൂളാക്കാൻ വേണ്ടി കർവ്ഡ് റേഡിയേറ്ററാണ് കൊടുത്തേക്കുന്നത്. 390ലുള്ള സെയിം സംഭവമാണ്, പക്ഷേ ഇതിൽ സിംഗിൾ ഫാനും 390ൽ ഡ്യുവൽ ഫാനും ഉണ്ട്. കൂളൻ ടാങ്ക് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എളുപ്പത്തിൽ കൂളൻ ടാങ്കിൻ്റെ മെഷേഴ്സൊക്കെ അറിയാൻ പറ്റും. പിന്നെ വണ്ടി ഇപ്പോൾ കുറച്ച് അഴുക്കൊക്കെ പരിചരിക്കുന്നുണ്ട്. പുതിയ വണ്ടിയാണെന്ന് നോക്കണ്ട, മഴയാണ്ട് അഴുക്ക് പറ്റിയതാണ്. അതിനി അടുത്ത പ്രാവശ്യം വൃത്തിയാക്കി ഇറക്കുന്നതായിരിക്കും. പിറകെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹഗ്ഗർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വലിയൊരു നമ്പർ പ്ലേറ്റും അതിൻ്റെ ഫ്രണ്ടും കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് കുറച്ച് വലുതായിപ്പോയി, കുറച്ച് ബോറായിപ്പോയി. നിങ്ങൾ എല്ലാം നോക്കുകയാണെങ്കിൽ ഹഗ്ഗറില്ലാത്ത നല്ലൊരു ലുക്കായിട്ട് തോന്നിയാലും ഇവിടെ എല്ലാവരും ഹഗ്ഗർ വെച്ചിട്ട് ടേൽറ്റഡ് വെക്കാറാണ് പതിവ്. ഒരു സംഭവം ഇതിൽ ടേൽറ്റഡ് വെക്കുകയാണെങ്കിൽ ഹഗ്ഗർ അല്ലാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എക്സ്ട്രാ വല്ലതും ചെയ്തോണം ആ ഒരു ടേൽറ്റഡിങ് കാണൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്യാൻ. നല്ല രീതിക്ക് ഒരു സാരി ഗാർഡും ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിലോട്ട് വരികയാണെങ്കിൽ മാത്രമാണ് കുറച്ചൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ അണ്ടർ ബഡിയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്ക ഒരു ലുക്കിലോട്ട് മാറും. വണ്ടിയിൽ ഏതൊരു രീതിയിലെ മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും വരില്ല. പിന്നെ മിറേഴ്സ് ഡൊമിനോർ ഉള്ള പോലത്തെ സെയിം മിറേഴ്സാണ്, പക്ഷേ ഡിസൈനിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഡൊമിനോറിൻ്റെ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള മിറേഴ്സും ഇതിൽ കുറച്ച് വ്യത്യാസം വരുത്തിയ മിററാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,93,000 രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓണറാണ് ഇപ്പോൾ സൈഡിലിരിക്കുന്നത്, അബിയത്ത്. ഞാൻ അവൻ്റെ ഇൻസൈഡിങ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എവിടെയും കൊടുത്തേക്കാം. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത ഡ്യൂക്ക് 390 പറഞ്ഞ ആ ഒരു സെയിം TFT 5-inch ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെഡി ടു റൈസ് എന്ന ലോഗോ ഒക്കെ വരുന്നത് കണ്ടില്ല. ഇപ്പോൾ RC വേഴ്സസ് ഡ്യൂക്ക് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം പറഞ്ഞത് RC ആയിരിക്കും. പക്ഷേ ഡ്യൂക്കിലോട്ട് നമ്മളെ ചെറുതായിട്ടെങ്കിലും വലിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു TFT ഡിസ്പ്ലേ. ഈ ഒരു TFT ഡിസ്പ്ലേ വെച്ചിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാനേ വേറെ ലെവലാണ്. ഞാൻ ഒരു RC എടുക്കണമെങ്കിൽ തന്നെ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്പ്ലേ അതിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ സൈഡ് സ്റ്റാൻഡ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് മോഡൊക്കെ മാറ്റണം കാണിച്ചാണ് ഞാൻ കൊണ്ട് പറയാം. ഇത് ബൈക്ക് ഇൻഫോൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. അടുത്തടുത്തോ ഇല്ല ഇതെന്താണ് അടുത്തയിട് റൈഡ് മോഡ് എടുത്താണ് ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ സ്ട്രീറ്റ് ഉണ്ട്, അടുത്ത മോഡിട്ടാണ്. പിന്നെ സ്ട്രീറ്റും ട്രാക്കും ഉണ്ട്. ഇതിൽ വരുന്ന 2 റൈഡിങ് മോഡ്. അടുത്ത ABS മോഡ് എടുത്താണ്. ABSൽ റോഡും പിന്നെ സൂപ്പർ മോട്ടോ മോഡും 2 മോഡുണ്ട് ABSൽ. പിന്നെ എന്തെങ്കിലും മാറ്റാണ്ടോ? ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ എന്തൊക്കെ സംഭവമൊക്കെ ഉണ്ട് അല്ല. ഈ ഒരു വണ്ടിയുടെ TFT ഡിസ്പ്ലേയിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇവന് വണ്ടി എടുത്തതിന് ശേഷം അതിൽ പ്രത്യേകിച്ച് കളിക്കാൻ നിന്നിട്ടില്ല. കുറച്ചാൾ അവൻ്റെ കയ്യിലേക്ക് ഇരുന്ന് ഫുള്ള് അവന്ന് കളിച്ചില്ല, മനസ്സിലാക്കിയതിന് ശേഷം ഇതിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണിച്ചിട്ട് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഫസ്റ്റ് ഒരു ഡ്യൂക്ക് 390 കണ്ട പോലെയുള്ള സെയിം ഒരു ഫുച്ചസും കാണാനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫുച്ചസിൻ്റെയൊക്കെ ക്വാളിറ്റി എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയാൻ വയ്യ. നിങ്ങളെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ കറക്റ്റ് ഈ ഒരു 4 ഫുച്ച് നമ്മളെ വിരൽ ഇങ്ങനെ നല്ല രീതിക്ക് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഗ്രിപ്പും കാണൊക്കെ നിങ്ങൾ പണ്ട് കണ്ട ആ 250യുടെ സെയിം ഗ്രിപ്പും കാരണം വന്നത്. പിന്നെ മിറർ പക്ഷേ എനിക്ക് ആ ഒരു പഴയ ഡോമിനോൻ്റെ മിററായിരുന്നു കുറച്ചൊരു ഇഷ്ടം. വണ്ടി കുറച്ചുകൂടെ ഷാർപ്പായിരുന്നു. ഇത് കുറച്ച് വളഞ്ഞൊരു മിററിനെ കൊണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യൂക്ക് 390 പറഞ്ഞ ആ ഒരു സെയിം ഹെഡ്ലൈറ്റും ഈ ഒരു സൈഡ് DRLൊക്കെ ഇതിൽ കൊടുത്തേക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു നമ്പർ പ്ലേറ്റ് എങ്ങനെയെങ്കിലും എടുത്ത് കുറച്ച് താത്ത് വെച്ചിന് ആ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറും. KTM ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള സെയിം ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആർക്കും അങ്ങനെ തോന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്കുള്ള വണ്ടിയിലും ഇതിൻ്റെ കോപ്പിയൊക്കെയാണ് വാങ്ങിച്ച് വെക്കുന്നത്. പുതിയ റേറ്റ് എനിക്ക് തോന്നുന്ന ഒരു 600 രൂപ അടുപ്പിച്ച് വരും. ഈ ഒരു സെയിം ഫാനാണ് ഡൊമിനോർ എന്ന് പറഞ്ഞത്. KTMൻ്റെ ഷോറൂം എന്ന് വെച്ചാൽ 600ഉം ബജാജിൻ്റെ ഷോറൂം എന്ന് വെച്ചാൽ 450-500 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. വണ്ടിയിലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, അതേപോലെ കിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത മോഡൽ എനിക്ക് തോന്നുന്നു അപ്പ് മാത്രമേ കിക്ക് ഷിഫ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ കിക്ക് ഷിഫ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഫുൾ കുറച്ച് ഗ്ലോസി ബ്ലാക്ക്, കുറച്ച് മാറ്റ് ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ് സസ്പെൻഷൻ, പിന്നെ ഈ ഒരു KTMൻ്റെ ഈ ഒരു ഓറഞ്ച് ടച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഓറഞ്ച് ടച്ച് ഇവിടെ ആവശ്യമില്ലായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ചെറുതായിട്ട്. ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കുറച്ചുകൂടെ ഹ്യൂജാണ്. ഇതിൽ 15 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. ഞാൻ മുമ്പ് ചെയ്ത ഡ്യൂക്ക് 250 എനിക്ക് തോന്നുന്നു 13.5 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലിപ്പോൾ തന്നെ ഒരു 25 അടുപ്പിച്ച് മൈലേജ് 28 ഇട്ടില്ലടാ.
28 അടുപ്പിച്ച് ഫസ്റ്റ് സർവീസ് ആവുന്നതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 സർവീസൊക്കെ കഴിയുമ്പോൾ ഒരു 10-35 മൈലേജ് മിനിമം ഇതിൽ കിട്ടണം. പിന്നെ എഞ്ചിനിൽ ചെറിയ വ്യത്യാസമുണ്ട്. SOHC DOHC അങ്ങനെ സംഭവമുണ്ട്. എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അതൊന്ന് ചേഞ്ച് ഉണ്ട് മറ്റൊരു എഞ്ചിൻ്റെ കാട്ടി ഇതിലോട്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ ഈ ഒരു എക്സോസ്റ്റൊക്കെ ഇവിടെയാണ് ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവെർട്ടർ പറഞ്ഞത്. അതൊക്കെ ഇതിൻ്റെ എമിഷൻ നോംസിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും. കുറച്ച് വലിയക്കുള്ള കാറ്റലിറ്റിക് കൺവെർട്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനും 2 ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലൊന്നും പെട്ടെന്ന് പൊള്ളാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല. എൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞത് 45 mm ട്രാവലുള്ള WPൻ്റെ അപ്പെക്സ് സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയിൽ പറഞ്ഞത്. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ഒന്നുമില്ല, നോർമൽ സസ്പെൻഷനാണ്. ബ്രേക്കിംഗ് കാര്യം പറയുകയാണെങ്കിൽ KTMൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ 320 mm ഹബ്ലെസ് ഡിസ്ക് റോട്ടറാണ് ഇതിൽ വരുന്നത്. സ്പ്രിംഗ് വെയിറ്റൊക്കെ കുറയ്ക്കും, ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ 320 mm എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 390cc പറഞ്ഞ സെയിം ബ്രേക്കിംഗ് പറഞ്ഞതിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ ആലോചിച്ച് നോക്കാം, 390യുടെ ബ്രേക്കിംഗ് എടുത്തൊരു 250cc കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ഇൻസെയിൻ ആയിട്ടുള്ള ബ്രേക്കിംഗ് ആയിരിക്കും. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇത്രയൊരു പവറും സ്പെക്കും എസ്പെഷ്യലി TFE ഡിസ്പ്ലേ ഉള്ള വണ്ടി വേറെ കാണണമെന്നില്ല. 249cc സിംഗിൾ സിലിണ്ടർ 4 valve SOHC ബ്ലാ എഞ്ചിനാണിത്. അത് നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് സംഭവങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പക്ക ഓട്ടോമോട്ടീവ് എന്തുശാസ്ത്രത്തിനൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. നിങ്ങൾ ജസ്റ്റ് വണ്ടി കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയി സർവീസ് സെൻറ്ററിൽ പോയി ഷോറൂമിൽ പോകുക, ടെസ്റ്റ് ഡ്രൈവ് വയ്ക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയി വണ്ടി എടുക്കുക, അത്ര കാര്യമുള്ളൂ. പിന്നെ സീറ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ആൾമോസ്റ്റ് എത്ര പക്കം കുറഞ്ഞ ആൾക്കാർക്കായാലും ഈ ഒരു വണ്ടി എത്തും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ KTMനുള്ള വേറെ സീറ്റ് ഇറങ്ങുന്നുണ്ട്. അതിന് കുറച്ചുകൂടെ സീറ്റിട്ടുണ്ട്. അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവർക്കും സ്മൂത്തായിട്ട് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ മറ്റേ ഡ്യൂക്കിൽ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെയിലൈറ്റിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റേതിപ്പോൾ ഡ്യൂക്കിലൊക്കെ 355 ഒക്കെ അടിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റിൽ ഹീറ്റ് വീണ് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സൈസുള്ള ആളെ എടുത്താലും ഈ ഒരു ലൈറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. കാരണം ഈ ഒരു ഗ്രാബിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന ഈ ഒരു മെറ്റൽ പീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഞാൻ പണ്ട് തൊട്ടേ KTMൻ്റെ വണ്ടി കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ് ഡസ്റ്റ് ഈസ് കമ്മിങ് ബ്ലാക്ക് എന്ന്. അപ്പോൾ ആ ഒരു സംഭവം കറക്റ്റ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ RP 390 ആയാലും ആ ഒരു ലാസ്റ്റ് BS6 ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് തന്നെ ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആണെങ്കിൽ നൈസായിരുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഫുള്ള് ബ്ലാക്കിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ എന്ത് ആൾട്രേഷൻ ചെയ്താലും മിക്കുള്ള ഞാൻ ബ്ലാക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുകയില്ല. അതേപോലെ MBT ശ്രദ്ധിക്കില്ല, ഫൈനും കാണാൻ കിട്ടില്ല. മൊത്തം ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു TFE ഡിസ്പ്ലേ എനിക്ക് കുറച്ച് ആൾ കൈ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ മോഡൊക്കെ മാറ്റി കറക്റ്റ് കാണിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം എല്ലാം കൂടെ പറഞ്ഞിട്ട് ഫസ്റ്റല്ല 4-5 സർവീസ് കഴിഞ്ഞിട്ട് അതും വണ്ടിയുടെ യൂസർ റിവ്യൂ ആയിട്ടും അവൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റൈഡ് റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കില്ല, കാരണം ഇതിൻ്റെ തന്നെ വേറെ വണ്ടിയുടെ റൈഡ് റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ മതി. ഇതിൻ്റെ കീ ചെയിന് ചില പ്രത്യേകതകളുണ്ട്, കാണിച്ചെന്നാണ്. അത് കിടക്കട്ട്. കീ ചെയിനും കുറച്ച് പ്രത്യേകതകളുണ്ട്, ഞാൻ ഇതുകൂടെ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കീ ചെയിൻ. കൊള്ളാമല്ലേ, നൈഫിന് ഇങ്ങനെയൊക്കെ ഇട്ട് പോക്കറ്റിലൊക്കെ ഇട്ടുണ്ടാക്കാൻ വേണ്ടി അടിപൊളിയായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആരെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കണ്ടത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി അടിച്ചേക്ക്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കമൻറ്റ് ഒന്നും ചെയ്തേക്ക്. എനിക്കറിയാത്തതാണെങ്കിൽ ഇതിൻ്റെ ഓണർ അടുത്ത് ചോദിച്ച് അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിലെങ്കിലും പറഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.